നമുക്ക് ഇഷ്ടമല്ലാത്ത വസ്തുക്കളെ ത്യജിക്കാൻ എളുപ്പമാണ്. എന്നാൽ അതിനെ ത്യാഗമെന്ന് വിളിക്കാനാവില്ല. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവമാണ് നമ്മെ ബന്ധനത്തിലാക്കുന്നത്. അതിനെ ത്യജിക്കുന്നതാണ് യഥാർത്ഥ ത്യാഗം. നമുക്ക് സുഖം തരുന്നു എന്ന് കരുതുന്ന വസ്തുക്കളിലാണ് മനസ്സ് ബന്ധിക്കുന്നത്. അതുകൊണ്ടാണ് അമിതമായ ഇന്ദ്രിയ സുഖങ്ങളും ഭോഗങ്ങളും ത്യജിക്കണമെന്ന് ഗുരുക്കന്മാർ പറയുന്നത്. ആഗ്രഹങ്ങളെ അടിച്ചമർത്തിയത് കൊണ്ട് മാത്രം ത്യാഗമാകില്ല. ഒരു വസ്തുവിൻ്റെ ദോഷത്തെക്കുറിച്ച് ശരിയായ ബോധമുണ്ടായാൽ അതിനെ ത്യജിക്കുക എന്നത് സ്വാഭാവികമായി തീരും. ചിലർ സിഗരറ്റ് വലിക്കുമ്പോൾ അവർക്ക് ആനന്ദം കിട്ടുന്നു. എന്നാൽ മറ്റു ചിലർക്ക് സിഗരറ്റിൻ്റെ മണം അസഹ്യമാണ്. സിഗരറ്റിലാണ് ആനന്ദമെങ്കിൽ ഇങ്ങനെ പൊരുത്തക്കേടുകൾ ഉണ്ടാകില്ലല്ലോ. അതുപോലെ ലോകവസ്തുക്കളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയാൽ അവയെ ത്യജിക്കുന്നത് എളുപ്പമാകും. വിവേകബുദ്ധി വേണ്ട പോലെ ഉപയോഗിച്ചാൽ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ത്യജിക്കേണ്ട വസ്തുക്കളെ തിരിച്ചറിയാൻ നമുക്ക് പ്രയാസമുണ്ടാവില്ല. തുടർന്ന് ഗുരുവചനം കേൾക്കാം. ഏതേതു വസ്തുക്കളാണോ നമ്മെ ബന്ധിപ്പിക്കുന്നത്, ഏതിനോടാണോ നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത്, അത് വേണം ഭഗവാൻ അർപ്പിക്കുവാൻ. ഒരമ്മ തനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് മാത്രമല്ലേ കുഞ്ഞിന് കൊടുക്കുകയുള്ളൂ. മാതാ അമൃതാനന്ദമയി ദേവി. തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാഭരണ ക്ഷമാപണ സ്തോത്രം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ദുഗ്ധൈർമധ്വാജ്യയുക്തൈർദധിഗുഡസഹിതൈർസ്നാപിതം നൈവലിംഗം നോലിപ്തം ചന്ദനാദ്യൈ കനകവിരചിതൈ പൂജിതം ന പ്രസൂനൈഃ ധൂപൈ കർപ്പൂരദീപൈർവിവിധരസയുതൈർനൈവ ഭക്ഷ്യോപഹാരൈഃ ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. ദുഗ്ധൈർമധ്വാജ്യയുക്തൈർദധിഗുഡസഹിതൈർസ്നാപിതം നൈവലിംഗം നോലിപ്തം ചന്ദനാദ്യൈ കനകവിരചിതൈ പൂജിതം ന പ്രസൂനൈഃ ധൂപൈ കർപ്പൂരദീപൈർവിവിധരസയുതൈർനൈവ ഭക്ഷ്യോപഹാരൈഃ ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ.